സീറ്റ് ബെൽറ്റുകൾ മുറുക്കിക്കൊള്ളൂ. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ഭൂപടത്തിലെ ഏറ്റവും അപകടകരമെന്ന് കരുതപ്പെടുന്ന ഒരിടത്തേക്കാണ്. മുന്നിൽ വിശാലമായ നീലക്കടൽ. പെട്ടെന്ന് നമ്മുടെ കോമ്പസിലെ സൂചികൾ ഭ്രാന്തമായി കറങ്ങുന്നു. റേഡിയോയിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു. അതെ, നമ്മളിപ്പോൾ ആ സാങ്കൽപ്പിക ത്രികോണത്തിനുള്ളിലാണ്, ബെർമ്യൂഡ ട്രയാങ്കിൾ. ആൻഡ് വെൽക്കം ടു യൂണിവേഴ്സൽ ടോക്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സമുദ്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയെക്കുറിച്ചാണ്. ഏകദേശം 3,90,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഫ്ലോറിഡയും ബെർമ്യൂഡയും പോർട്ടോറിക്കോയും അതിരിടുന്ന ആ സാങ്കൽപ്പിക ത്രികോണം. അതെ, ബെർമ്യൂഡ ട്രയാങ്കിൾ. ഈ നിഗൂഢതയ്ക്ക് പിന്നിലെ വിത്തുകൾ പാകിയത് പത്രത്താളുകളായിരുന്നു. വരൂ, നമുക്ക് ബെർമ്യൂഡ ട്രയാങ്കിൾ ഒന്ന് പുതിക്കാം. 1950 സെപ്റ്റംബർ 17-ന് എഡ്വാർഡ് വാൻ വിങ്കിൾ ജോൺസ് ദ മിയാമി ഹെറാൾഡിൽ എഴുതിയ ലേഖനമാണ് ഈ പ്രദേശത്തെക്കുറിച്ച് ആദ്യമായി സംശയങ്ങൾ ഉയർത്തിയത്. എന്നാൽ 1964-ൽ വിൻസെന്റ് ഗാഡിസ് ആർഗോസി മാഗസിനിൽ എഴുതിയ ദ ഡെഡ്ലി ബെർമ്യൂഡ ട്രയാങ്കിൾ എന്ന ലേഖനമാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഭയാനകമായ പേര് ലോകത്തിന് നൽകിയത്. ഈ കഥകളിലെ ഏറ്റവും വലിയ അധ്യായം ഫ്ലൈറ്റ് 19 ആണ്. 1945-ൽ പരിശീലനത്തിനായി പോയ 5 അമേരിക്കൻ വിമാനങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അന്ന് വിമാനത്തിന്റെ ലീഡർ പറഞ്ഞ വാക്കുകൾ പിൽക്കാലത്ത് എഴുത്തുകാരനായ അലൻ ഡബ്ല്യു എക്കേർട്ട് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഞങ്ങൾ വെളുത്ത വെള്ളത്തിലേക്ക് കടക്കുന്നു. ഒന്നും ശരിയല്ല. ഞങ്ങൾ എവിടെയാണെന്നറിയില്ല. വിമാനങ്ങൾ ചൊവ്വയിലേക്ക് പറന്നുപോയി എന്നുപോലും അന്വേഷണ ഉദ്യോഗസ്ഥൻ തമാശയായി പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. എന്നാൽ വിക്കിപീഡിയയിലെ വിവരങ്ങൾ പ്രകാരം ഈ ദുരൂഹതയ്ക്ക് പിന്നിൽ പല പ്രകൃതിദത്ത കാരണങ്ങളുമുണ്ടാകാം. പല ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മീഥെയ്ൻ ഗ്യാസ്. സമുദ്രത്തിനടിയിലെ മീഥെയ്ൻ നിക്ഷേപങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ വെള്ളത്തിന്റെ സാന്ദ്രത കുറയുകയും കപ്പലുകൾക്ക് പൊങ്ങിക്കിടക്കാൻ കഴിയാതെ പെട്ടെന്ന് മുങ്ങിപ്പോകുകയും ചെയ്യാം. റോഗ് വേവ്സ്. കടലിൽ പെട്ടെന്നുണ്ടാകുന്ന 100 അടിയോളം ഉയരമുള്ള കൂറ്റൻ തിരമാലകൾക്ക് ഒരു വിമാനത്തെയോ കപ്പലിനെയോ നിമിഷനേരം കൊണ്ട് തകർക്കാൻ ശേഷിയുണ്ട്. മാഗ്നറ്റിക് അനോമലി. കോമ്പസിലെ സൂചി കാന്തിക ഉത്തരധ്രുവത്തിനു പകരം ഭൂമിശാസ്ത്രപരമായ ഉത്തരധ്രുവം കാണിക്കുന്ന അപൂർവമായ സ്ഥലങ്ങളിലൊന്നാണിത്. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതകളിലൊന്നാണിത്. വിമാനങ്ങളും കപ്പലുകളും ഇന്നും ഇതിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കുന്നുണ്ട്. റോബർട്ട് ബെർലിറ്റ്സിനെ പോലുള്ള എഴുത്തുകാർ പുസ്തകങ്ങളിലൂടെ ഈ ഭീതി പ്രചരിപ്പിച്ചെങ്കിലും ആധുനിക സ്രോതസ്സുകളെല്ലാം അവിടെ അമാനുഷികമായി ഒന്നുമില്ലെന്ന് തറപ്പിച്ചു പറയുന്നു. മനുഷ്യസഹജമായ തെറ്റുകളും പ്രകൃതിയുടെ ലീലാവിലാസങ്ങളും ചേർന്നപ്പോൾ അതൊരു വലിയ നിഗൂഢതയായി മാറുകയായിരുന്നു. യാഥാർത്ഥ്യത്തേക്കാൾ കൂടുതൽ ആകർഷകമായ കഥകൾ നമ്മൾ ഇപ്പോഴും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതാവാം ബെർമ്യൂഡ ട്രയാങ്കിൾ ഇന്നും നമുക്കിടയിൽ ഒരു രഹസ്യമായി തുടരുന്നത്. നിങ്ങളുടെ അഭിപ്രായമെന്താണ്? കമന്റ് ചെയ്യൂ. യൂണിവേഴ്സൽ ടോക്സിന്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.